കഴുകിയിട്ട് ഇതുപോലെ ഇത്ര നീളത്തിന് കട്ട് ചെയ്ത് ഇതുപോലെ മുറിച്ചിട്ടതാണ് കേട്ടോ. പിന്നെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള കൂടിപ്പോരുത്, എന്നാൽ ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ ഒരു സവാളയെ ചേർക്കാവൂ. ഒരു 6-7 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കണം. 1/2 ഗ്ലാസ് വെള്ളമേ ചേർക്കാവൂ. അപ്പോൾ ഇത് വേഗം വെന്ത് കിട്ടുന്നതാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അടപ്പുകൊണ്ട് അടച്ച് വെച്ച് കൊടുക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇത് നമുക്ക് അടച്ച് വെച്ച് വേഗം വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതൊരു 3/4 ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ചെറിയ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ അതും ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം അത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച്